പറയുമോ ഇതില്? എവിടെയാടാ നീ? നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നു? എന്താ എന്തോ വീണ്ടും ഒരുത്തനെ പെണ്ണ് കാണാൻ വേണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തിരിക്കാൻ നിന്റെ അമ്മായച്ചൻ. ഇനി എന്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാനെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അപ്പ കാണാം. ശരി വിട, നീ ഫോൺ വെക്ക, ഞാൻ വരാം. വീണ്ടും പ്രശ്നമായി മച്ചമ്പി. മാധവൻ ചെറുക്കനെ അന്വേഷിച്ചോ? അല്ല മച്ചാ, അവൻ ബ്രോക്കർ പണി ചെയ്ത് തന്നെ നന്നായിട്ട് ഇവിടെ സമ്പാദിക്കുന്നുണ്ട്. അവൾ നിന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നില്ലേ? ഇവനെന്തിനാ അതിന് തരണം? ഞാൻ പഠിക്കുന്ന സമയത്തെ നിന്നോട് പറഞ്ഞതാ, നല്ല കല്ലെടുത്തെറിഞ്ഞിട്ട് അവന്റെ മുഖം പൊട്ടിക്കാൻ. നീ കേട്ടില്ലല്ലോ? മച്ചമ്പി, നമ്മളെ മൈഥിലി ഒറ്റ കൊടുക്കോ? ഞാനേ 6ാമത്തെ തവണയാണ് ലവ് ചെയ്യുന്നത്. നിനക്കറിയില്ല, അവൾ എന്നെ ഒറ്റ കൊടുക്കില്ല. സാർ, നിങ്ങളുടെ മോളുടെ നോട്ട് ബുക്കിൽ നിന്ന് കിട്ടിയതായി ലെറ്റർ. ഇത് കൊടുത്തത് അവനാണെന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മോളോട് ചോദിച്ചപ്പോൾ കണ്ണകിയുടെ ശില പോലെ അവൾ അനങ്ങാതെ നിൽക്കുക. അവനാണെന്ന് ഇവളൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ 2 പിള്ളേരെ ടി സി കൊടുത്തിടുന്ന് പറഞ്ഞയച്ചേക്കാം. അവനല്ലേ നിനക്ക് ലെറ്റർ തന്നേ? പറഞ്ഞേക്കല്ലേ ചോദിച്ച കേട്ടില്ലേ? സത്യാച്ചാ, അവനാ എനിക്ക് തന്നത്. ഒറ്റ കൊടുത്തവള് ഒറ്റ കൊടുത്തു. നീയല്ല പവിത്രമായ സ്നേഹം എന്ന് പറഞ്ഞത്. ആദ്യം അവർക്ക് 2 പേർക്കും ടി സി കൊടുത്തയക്കേ. 2 പേരും എഴുന്നിട്ട് വാടാ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാടാ. അവൻ്റെയൊക്കെ ഒരു മോന്തേ മുടി. കൈ നീട്ടാൻ. എന്നാ കഴിഞ്ഞ ആഴ്ച ഞാൻ അവനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി ആയിട്ട് അവൻ ഇത് തന്നത്. ഹലോ മാധവൻ ചേട്ടാ, നിങ്ങളുടെ മോള് പറഞ്ഞു കേട്ടില്ലേ? ഇനിയെങ്കിലും സമ്മതിക്കുന്നേ. എത്ര വയസ്സാണ് നിനക്ക്? 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. ഫീസ് കിട്ടാൻ പോലും വകയില്ല. എന്നിട്ട് പ്രേമിക്കാൻ നടക്കുകയാണല്ലേ നീ? മീശ മുളച്ച നീ വലിയ ആളായെന്നാണോ? 4 കാശ് സമ്പാദിച്ചിട്ട് വാ, അതിനുശേഷം കല്യാണത്തെ പറ്റി ആലോചിക്കാം. സാറ് നല്ല മുരിഞ്ഞ ദോശയെ കഴിക്കൂ. എന്താ ഇത് മച്ചമ്പി? ഇത് ഞാൻ സമ്പാദിച്ച ആദ്യ മാസം ശമ്പളം എന്റെ അമ്മയുടെ കൈ പോലും കൊടുക്കാതെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. പറഞ്ഞു കൊടുക്ക. ചട്നി ഒഴുകി. ഹലോ, ഇവനെന്താ തമിഴിലാണോ പറഞ്ഞേ? മലയാളത്തിലല്ലേ പറഞ്ഞത്? അവന് ജോലി കിട്ടിയാൽ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ജോലിക്ക് പോയി ഇതേ കാശും കൊണ്ടുവന്നു. നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്ക്. ജോലി എന്താ? അത് 1 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലി. എന്താ 1 ലക്ഷം പേർ? ഏത് കമ്പനിയാ? സുഗി. ഈ വീടുകൾ തോറും ഫുഡ് ഡെലിവറി ചെയ്യുന്നല്ലേ ആ കമ്പനിയാ? അതാണോ വലിയ മഹത്തരമായിട്ട് പറഞ്ഞേ? വേറെ എന്ത് ജോലിക്കാ മഹത്തോളം എന്ന് പറ. എനിക്ക് ആവശ്യം സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയും സ്ഥിരമായിട്ടുള്ള വരുമാനവും. എന്റെ മോള് പോകുന്നിടത്ത് അന്തസ്സായിട്ട് ജീവിക്കും എന്നുള്ള വിശ്വാസം. എന്നാ പിന്നെ രാഷ്ട്രീയത്തിൽ ചേരണം. അതെനിക്ക് ആവശ്യമില്ല. നേരമായി കിടന്നോണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും മുടന്ന ന്യായം പറഞ്ഞോണ്ട് രണ്ടിനെ ഒന്നിപ്പിക്കില്ല. മച്ചമ്പി, ഈ മാധവൻ ജീവനോടെ ഇരുന്ന നിങ്ങളുടെ കല്യാണം നടക്കില്ല. ഇങ്ങനെ കൊന്നു തള്ളിയിട്ട് ഞാൻ ജയിലിൽ പോവാം. നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട്. മച്ചമ്പി വന്നോടാ. വന്നോണ്ടിരിക്കുവല്ലേ? ഞാൻ അതല്ല ചോദിച്ചത്, എന്തെങ്കിലും ഐഡിയ വന്നോ? അതായിരുന്നു. ഞാൻ ഒരു ഐഡിയ പറയട്ടെ മച്ചമ്പി. എനിക്ക് ഞാൻ മാധവന്റെ മുഖം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തേക്കാം. അയ്യോ, ഓപ്പറേഷൻ? ആ ഓപ്പറേഷൻ അല്ല, ഇവിടെ വന്നേ. നിന്റെ മൈഥിലിയുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലൊരു ഭയങ്കര ഐഡിയ ഉണ്ട്. വിത്ത് സൗണ്ട് എഫക്റ്റോടെ. സൗണ്ട് എഫക്റ്റോ? അത് നീയാ കൊടുക്കേണ്ടത്. എടാ, ചെറുപ്പത്തിൽ എന്തോരം DVD കണ്ടതാ. വർക്കൗട്ട് ആവോ? എത്ര നേരമായിട്ട് കണ്ടോണ്ടിരിക്കുക? ബൈക്ക് നിർത്തിയത് മുതല്. എന്ത്? അതെന്തിനാ വീഡിയോ എടുക്കുന്നേ? അതെന്റെ യൂട്യൂബ് ചാനലിനാ. ചേട്ടാ, എന്റേത് മാത്രം ഒന്ന് എറേസ് ചെയ്തേക്കോ. എന്താടാ ഇത്രയധികം ചെരുപ്പ്? മച്ചാ, പക്കോട മേടിച്ച് മാധവന്റെ വീട്ടിലേക്ക് വന്നേര്. ഓട്ടോയിൽ 2 പിള്ളേരെയും കൂട്ടിക്കോ. എന്താ മാധവ, വീട്ടിലെന്താ ഫംഗ്ഷൻ ആണോ? ഞങ്ങളെ മാത്രം നിങ്ങൾ വിളിക്കില്ല. എടാ മച്ചമ്പി, നീ നോക്കിയത് മതി, മേലോട്ട് ചെല്ലേ. ഓ, ആന്റിയെ താഴോട്ട് പറഞ്ഞയച്ചാല്. അതെ, ആരാ ഇവരൊക്കെ? പ്ലംബറാ, കണക്ഷൻ കൊടുക്കാൻ പോയതാ. വീട്ടിൽ കയറി വേഷം കെട്ടിറങ്ങുന്നു. ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. എടി, ആ ഫോൺ എടുത്തോണ്ടി. എടോ മാധവ, ഫോൺ എടുക്കാനൊന്നും പറയണ്ട. ഇതിൽ വിളിച്ചു. ഇത് എന്റെ നമ്പരാ. പോലീസിനെ വിളിച്ചോ. തുറക്കടി, കഥകു തുറക്ക്. എടാ പന്ന നാറി, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? അതെ, ഇവനെ എന്തിനാ ഇവിടേക്ക് കയറ്റി വിട്ടത്? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? കഥകു തുറക്കടാ. മാധവ, മോളെ അകത്താക്കിയവൻ സൂപ്പറായിട്ട് വാതിലടച്ചത് കണ്ടോ? ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെളിയിലൊരുത്തി ഇരിക്കുന്ന കണ്ടില്ലേ? അവൻ ഇവിടുന്ന് ഇറങ്ങി ഓടണം. അതിന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാമോ?
പറയും മോനെ. മേളിൽ നിന്ന് കുറെ നേരം ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്താ അത്? അതെ, ഒരു പെണ്ണിന്റെ റൂമിൽ ഒരു പയ്യൻ കയറി കഴിഞ്ഞാൽ ജാസിന്റെ ശബ്ദം കേൾക്കൂ. അല്ല അമ്മായിമാരെ, നിങ്ങൾക്കറിയില്ലേ? പയ്യന് പറഞ്ഞു കൊടുക്ക്. വേണ്ട, ഞങ്ങളുടെ കുടുംബത്തെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് കേട്ടോ. മിണ്ടാതിരിക്ക്. അവൻ എപ്പം മേളിൽ പോയി വാതിലടച്ചോ അതോടെ നിങ്ങളുടെ കുടുംബമാനം പോയി. ഇറങ്ങി പോയിക്കോ. ഇനി നമ്മൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? എനിക്കിടെ പോവാം. ഇവനൊരു ബ്രോക്കറോ? Hey, he's my father. മിസ്റ്റർ മാധവൻ, നിന്റെ വിളിച്ചു വരുത്തി അപമാനിക്കരുത്. ഇങ്ങനെ ജീവിക്കണം. വാടി, പോ. കടയിൽ പോയി മേടിച്ച് കഴിക്കും. പോടാ പോടാ, ഇവിടൊന്നുമില്ല. മൈഥിലി, എന്റെ വയറ്റിലാണോ നീ ജനിച്ചത്? എനിക്കെങ്ങനെ അറിയാം? നിങ്ങളല്ലേ അത് പറഞ്ഞത്? അയ്യോ എന്റെ ദൈവമേ. ഇനി നിങ്ങളുടെ മോളെ ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചു കൊടുത്തു. വാമച്ചമ്പി, നീ പോ. മാധവ, കുറെ നേരമായിട്ട് പോലീസിനെ വിളിക്കുന്നല്ലോ, എടുത്തോ. ലാസ്റ്റ് കോൾ എനിക്ക് സംസാരിക്കണം. റീചാർജ് തീർന്നു. അന്ന് എന്താടി നടന്നത്? എന്ന് നിന്റെ ചെക്കൻ നിന്റെ ബെഡ്റൂമിലേക്ക് വന്നില്ലേ അന്ന്? ഒന്നും നടന്നില്ല. എന്താ? ഒന്നും നടക്കാതെയാണോ അന്ന് നിന്റെ റൂമിൽ നിന്ന് അത്രയും വലിയ ശബ്ദം കേട്ടത്? നിന്നോട് ആരാ പറഞ്ഞേ? നിന്റെ അമ്മ തന്നെ. അമ്മാ, ഞാൻ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ നല്ലവനാ, അതുകൊണ്ടാ. നല്ലവനോ? മനസ്സിലായില്ല. ഇപ്പൊ എന്താ? അന്ന് എന്താ നടന്നെന്ന് നിനക്കറിയണം, അത്രയല്ലേ ഉള്ളൂ. അതെ, ഇതൊക്കെ തെറ്റാണ്. കല്യാണത്തിന് മുൻപ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അച്ഛനും അമ്മയൊക്കെ പുറത്ത് നിൽക്കുക. വേണ്ട. നമസ്കാരം അളിയ. എടാ, ഒത്തിരി എടുത്ത് പൊക്കല്ലേ, ഹാർട്ട് അറ്റാക്ക് വരും. നീ കളിക്കണം. ഫോൺ അടിക്കുന്ന എടുക്ക്. പറഞ്ഞോ മൈഥിലി. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ കാര്യം? നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഏയ്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുറച്ചു കാലം കഴിയട്ടെ. എത്ര ദിവസം? നീ നോക്കടാ, നിനക്ക് പോലീസിൽ ജോലി കിട്ടി, നിന്റെ പെങ്ങളെ ആർക്കെങ്കിലും കെട്ടിച്ചും കൊടുത്ത്, പിന്നെ എന്നെ പെണ്ണ് കാണാൻ വന്ന് താലി കെട്ടി ശാന്തി മുഹൂർത്തം നോക്കി. അത്രയും നാളൊന്നും എന്നെ കൊണ്ട് കാത്തു നിൽക്കാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ആദ്യം നമുക്ക് ശാന്തി മുഹൂർത്തം നോക്കിയിട്ട് അതിനുശേഷം കല്യാണം കഴിക്കാം. എന്താ? ഗുഡ് കൾച്ചർ. നീ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. എടി, നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിന്നെ ആരാ പഠിപ്പിച്ചത്? അവളുടെ അച്ഛൻ മാധവൻ തന്നെയാ. ദേ അന്നവിടെ വരുന്ന കണ്ടില്ലേ? അഥവാ വാ വാ. എന്താ, ജിമ്മിൽ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണോ? മോളുടെ കല്യാണ വിഷയം സംസാരിക്കാൻ വേണ്ടി. കല്യാണ വിഷയം? പയ്യനാരാ? ആ ഓറഞ്ച് എല്ലാം പെറുക്കി തിന്ന് സോഫാ സെറ്റ് ഇരുന്ന അമേരിക്കക്കാരൻ ആ പയ്യനാണോ? വേറെ? ചെറുക്കൻ ഇവിടുത്തുകാരൻ തന്നെയാ. ഇവിടുത്തുകാരൻ? ദേ നോക്ക്, അടുത്ത ആക്ഷൻ അനുഭവിക്കേണ്ടി വരും. രണ്ടെണ്ണം വിട്ടിട്ട് വന്നാലേ ശരിയാവും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ചെറുക്കൻ നമുക്ക് വേണ്ടപ്പെട്ടവൻ തന്നെ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം. അവന് ആരാന്ന് പറ. വേറെ ആരുമല്ല, നമ്മുടെ പോറസ് തന്നെയാ. എന്ത് പോറസോ? എടോ മാധവ, ഇത്ര നാളായിട്ട് മനസ്സ് മാറാത്ത നിങ്ങളുടെ മനസ്സ് ഇപ്പൊ എങ്ങനെ മാറി? കാര്യം പറ. ഇനി ഞാനിതിന് തടസ്സം നിന്നാ ഒന്ന് കളഞ്ഞേക്കാം. ഇന്നലെ രാത്രി നീ തന്നെയല്ലേ പറഞ്ഞു? മോനെ, ഒരു നല്ല ദിവസം നോക്കി എത്രയും വേഗം കല്യാണം നടത്താൻ പറ്റുമോ അത്രയും വേഗം നടത്താം. എന്താ ഞാൻ പറഞ്ഞത് മോന് സമ്മതമല്ലേ? ഹലോ ഹലോ മാധവ, എന്തായാലും നല്ല ന്യൂസ് പറയാൻ വന്നതല്ലേ? താഴെ 2 ബീർ പറഞ്ഞേര്. എടാ പോറസേ, നിന്റെ റൂട്ട് ക്ലിയറായി. ഇനി എന്നെ ടോർച്ചർ ചെയ്യാൻ വരരുത്, കേട്ടല്ലോ? നീ ആയി നിന്റെ പാടായി. മാധവ, ബീർ അവിടെ വെച്ചോ, ഞാൻ താഴോട്ട് വന്നോളാം.